ഹേ ഓൾ, വെൽക്കം ബാക്ക്. കുറച്ച് ദിവസമായല്ലേ ഞാൻ വന്നിട്ട്. ഞാൻ കുറച്ച് തിരക്കിലായിപ്പോയി. ആ തിരക്കിനുള്ള കാരണം വേറൊന്നുമല്ല, ഒരു ഹാപ്പി ന്യൂസ് നിങ്ങളുടെ അടുത്ത് എനിക്ക് ഷെയർ ചെയ്യാനുണ്ട്. ഷെയർ ചെയ്യാനെന്ന് പറഞ്ഞാൽ എൻ്റെ ചെറിയൊരു സന്തോഷം. ഞാൻ റിയാദിലിപ്പോൾ ചെറിയൊരു ക്രാഫ്റ്റ് ഗിഫ്റ്റ് ഹാമ്പർ വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ഓർഡർ നമ്മുടെ വാലൻറ്റൈൻസ് ഡേക്ക് ആയിരുന്നു എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഒരു 1 month മുമ്പ് എനിക്ക് വേറൊരു ഓർഡറും ഈ സെയിം ഡേ കിട്ടിയിട്ടുണ്ടായിരുന്നു. വാലൻറ്റൈൻസ് ഡേയുടെ തലേന്നു ദിവസവും എനിക്ക് ഒരു ഓർഡർ കിട്ടി. അങ്ങനെ ഞാൻ ആ ഓർഡർ തകൃതിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത് കേട്ടോ. ഫസ്റ്റ് ഓർഡർ കിട്ടിയത് എനിക്കൊരു ചോക്ലേറ്റ് ബൊക്കയും പിന്നെ ഒരു കേക്കും ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഞാൻ നെക്സ്റ്റ് ആയിട്ട് ഇടുന്നതാണ്. ഇത് നമ്മുടെ സെക്കൻഡ് ഓർഡറാണ്. വാലന്റൈൻസ് ഡേ ഗിഫ്റ്റാണ് ഇത്. ഫസ്റ്റ് ഞാൻ പോസ്റ്റ് ചെയ്യാനുള്ള കാരണം വേറൊന്നുമല്ല, വാലന്റൈൻസ് ഡേ അല്ലേ, അപ്പോൾ അത് വാലന്റൈൻസ് ഡേ ഗിഫ്റ്റ് തന്നെ ആയിക്കോട്ടെ. ഇത് നമ്മുടെ നിലമ്പൂരൊക്കെയുള്ള ആ ഭാഗത്തുള്ള ഒരു കുട്ടി എനിക്ക് അയച്ചതാണ്. അവരുടെ വുഡ്ബിക്ക് വേണ്ടിയിട്ട് അവരുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വുഡ്ബിക്ക് സർപ്രൈസ് ആയിട്ടൊരു ഗിഫ്റ്റ് കൊടുക്കുമോ എന്നെല്ലാം ചോദിച്ചിട്ട് എനിക്ക് മെസ്സേജ് അയച്ചു. ഈ മെസ്സേജ് അയക്കുന്നത് നമ്മുടെ വാലന്റൈൻസ് ഡേയുടെ തലേ ദിവസമാണ് കേട്ടോ. അതായത് മുമ്പത്തെ ഓർഡറിന് കേക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് എനിക്ക് പെട്ടെന്ന് മെസ്സേജ് വന്നത്. അപ്പോൾ ഞാനാണ് സർപ്രൈസ് ആയി പോയത്. അപ്പോൾ പ്രതീക്ഷിക്കാതെ എനിക്ക് ആ ഒരു മെസ്സേജ് വന്നപ്പോൾ തന്നെ ഞാൻ എന്ത് ചെയ്തു, പെട്ടെന്ന് കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റായി. കാരണം നമുക്ക് ടൈം ഒട്ടുമില്ല. നമുക്ക് പിറ്റേ ദിവസം മോർണിംഗ് അല്ലെങ്കിൽ ഒരു ലഞ്ച് ടൈമൊക്കെ ആവുന്ന സമയത്ത് നമുക്കത് കൊണ്ടുകൊടുക്കുകയും വേണം. അപ്പം ഞാനതെല്ലാം പെട്ടെന്ന് തന്നെ കയ്യിൽ കിട്ടിയ സാധനങ്ങൾ പെട്ടെന്ന് എടുത്തിട്ട് പോരുകയാണ് ചെയ്തത്. കാരണം ഹസ്ബൻഡിൻ്റെ വർക്ക് ടൈമിന് പോകേണ്ട സമയമായിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് ഞാൻ പുള്ളിനെ വിളിച്ചിട്ട് ഷോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ടുള്ളത്. നമ്മൾ ഷോപ്പിങ്ങിനെല്ലാം പോയിട്ട് ഞാനിപ്പോൾ ഈ പേപ്പർ വർക്ക്, ഈ ഒരു ബൊക്കെ ചെയ്യുന്നതൊക്കെ ഞാൻ കയ്യിൽ കിട്ടിയ ഒരു ബൊക്കെ പേപ്പർ എടുത്തിട്ടാണ് അവിടുന്ന് ഓടുകയായിരുന്നു. പെട്ടെന്ന് എന്നോട് പറഞ്ഞു 5 minutes ഞാൻ സമയം തരാം, പെട്ടെന്ന് എന്താ വെച്ചാൽ വാങ്ങിച്ചു വന്നോന്ന് പറഞ്ഞതാണ്. അങ്ങനെ പോയിട്ട് ചെയ്തതായിരുന്നു. പക്ഷേ ദ ഫൈനൽ റിസൾട്ട് അടിപൊളിയായിട്ടായിട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. ഒരു എസ്തെറ്റിക് ടൈപ്പ് ഓഫ് ലുക്ക് ഉണ്ടായിരുന്നു ഈ ഒരു സംഭവത്തിന്. എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കസ്റ്റമർ നമ്മുടെ അടുത്ത് പറഞ്ഞത് ഷർട്ട് വാങ്ങിക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഷർട്ട് ഹാമ്പർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു, എനിക്ക് ഷർട്ട് ഇപ്പോൾ വാങ്ങാൻ വേണ്ടി പറ്റില്ല, എനിക്ക് അതിനുള്ള ടൈമില്ല. അതുകൊണ്ട് നമുക്ക് ഒരു പെർഫ്യൂം ഹാമ്പർ ആക്കിയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം, പെർഫ്യൂമും ചോക്ലേറ്റ്സും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ അവരത് ഓക്കെ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ നാട്ടിൽ നിന്ന് അല്ലറ ചില്ലറ ക്രാഫ്റ്റ് ഗിഫ്റ്റ് പരിപാടികളൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ അത് വല്ലപ്പോഴും ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒരു ഡെയിലി റുട്ടീൻ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ അങ്ങനെ ഒരു ജോബ് ടൈപ്പായിട്ട് ഞാനിതിനെ എടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇവിടെ വന്നപ്പോൾ എനിക്കെന്തോ ചുമ്മാ ഇരിക്കുകയാണല്ലോ, അപ്പോൾ എന്തെങ്കിലും ചെയ്യണമല്ലോ എന്നെല്ലാം വിചാരിച്ചിട്ട് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ അൽഹംദുലില്ലാ എനിക്ക് കുറച്ചൊക്കെ റെസ്പോൺസ് ഒക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ സപ്പോർട്ടും എനിക്ക് നന്നായിട്ട് വേണം. റിയാദിലുള്ള ആൾക്കാർക്ക് ഇതുപോലുള്ള നമ്മുടെ ഹസ്ബൻഡ്സിനോ അതുപോലെ ബ്രദേഴ്സിനോ പേരൻസിനോ ഒക്കെ ഗിഫ്റ്റ്സ് സർപ്രൈസ് ആയിട്ട് കൊടുക്കണം എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും എൻ്റെ ഇൻസ്റ്റാ ID മെൻഷൻ ചെയ്യാം. മൊബൈൽ നമ്പർ കൊടുക്കാൻ എനിക്കൊരു പ്രൈവറ്റ് മൊബൈൽ നമ്പർ ഇതുവരെ ആയിട്ടില്ല. അത് കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും മൊബൈൽ നമ്പർ ഇതിൻ്റെ കൂടെ കൊടുക്കും കേട്ടോ. നമ്മൾ വൈകാതെ തന്നെ നമ്മൾ മൊബൈൽ നമ്പർ സെറ്റാക്കുന്നതാണ്. കോൾ ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് മെസ്സേജ് അയക്കാനൊക്കെ പറ്റുന്ന ഒരു മൊബൈൽ നമ്പർ. ഇപ്പം എൻ്റെ കയ്യിൽ ഇൻസ്റ്റാ ID മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ബൊക്കയുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ബൊക്ക എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിൻ്റെ ഫോട്ടോസും അതുപോലെ തന്നെ കംപ്ലീറ്റ് വീഡിയോസും എല്ലാം ഞാൻ ലാസ്റ്റ് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാൻ നെക്സ്റ്റ് നമ്മുടെ ഹാമ്പർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചേക്കുവാണ്. ഹാമ്പറിൻ്റെ അകത്തേക്ക് ഈ ബൊക്കെ വരുമ്പോഴാണ് നമുക്ക് മൊത്തത്തിൽ ഒരു ഫിനിഷ്ഡ് ലുക്ക് കിട്ടുന്നത്. നമുക്ക് ശരിക്കും അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മളെല്ലാം കൂടി ഇങ്ങനെ സെപ്പറേറ്റ് നമുക്ക് കയ്യിൽ കൊടുക്കാനുള്ള ടൈം ഗ്യാപ്പൊന്നും നമുക്ക് അപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നമ്മുടെ റിയാക്ഷൻ വീഡിയോ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട് നമ്മുടെ റിയാക്ഷൻ വീഡിയോ കേട്ടോ. എല്ലാവരും അതൊന്ന് പോയിട്ട് വാച്ച് ചെയ്യുക. ഇങ്ങനെ വർക്ക് ചെയ്യുന്നത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ഈ വർക്കിൻ്റെ ഒരു
എന്താ പറയുക, ഇതൊരു ഭയങ്കര ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായത് കേട്ടോ. കാരണം അവരുടെ ഒരു ഹാപ്പിനെസ് മൊമെൻറ്റിന് നമ്മൾ ഒരു പാർട്ടാവുക എന്നുള്ളത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം നമ്മളത് കൊണ്ടു കൊടുക്കുമ്പോൾ നമ്മളെയാണ് അവർ ഫേസ് ചെയ്യുന്നത്. ഗിഫ്റ്റ് ഏൽപ്പിച്ച ആൾക്ക് അവർ തമ്മിലുള്ള ആ ഒരു ബോണ്ടാണ് അവിടെ കീപ്പ് ചെയ്യുന്നത്. പക്ഷേ നമ്മളിലൂടെയാണ് അവർക്കത് എന്താ പറയുക, അതവിടെ പ്രസൻ്റ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ നമ്മളാണ് അവരുടെ ആ ഒരു റിയാക്ഷൻ നമ്മൾ ശരിക്കും കാണുന്നത്. നമ്മുടെ കസ്റ്റമർക്ക് നമ്മളിത് വീഡിയോ എടുത്തിട്ട് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമുക്ക് അതിൽ ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അത് നമ്മൾ കൃത്യമായിട്ട് ചെയ്തിരിക്കണം എന്നതാണ് ഈ ഒരു വർക്കിൻ്റെ പ്രത്യേകത. നമ്മുടെ ഈ കസ്റ്റമർ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ട് നമ്മുടെ വർക്കിലായാലും അതുപോലെ തന്നെ വീഡിയോ ആയാലും എല്ലാത്തിലും അവർ നല്ല സാറ്റിസ്ഫൈഡ് ആണ്. എനിക്ക് അവരുടെ കയ്യിൽ നിന്ന് നല്ല റെസ്പോൺസാണ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. നമുക്ക് ഫസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ നമുക്ക് നല്ല റെസ്പോൺസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും വീണ്ടും ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ ആണല്ലോ അതിൽ നിന്ന് കിട്ടുന്നുണ്ടാവുക. പിന്നെ ഞാനിതാ ഷൂട്ടൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ വീഡിയോസും ഫോട്ടോസും എല്ലാം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേക്കും നമുക്ക് റെഡ് തീമിൽ തന്നെ കിട്ടി എന്നതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. കേക്ക് തിരഞ്ഞിട്ട് എനിക്ക് ഒരുപാട് ഓടേണ്ടി ഒന്നും വന്നില്ല. ഞാൻ ഓൾറെഡി ഒരു ഷോപ്പിൽ ഇങ്ങനെ കേക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കിയിട്ടുണ്ടായിരുന്നു നമ്മുടെ മുമ്പത്തെ കസ്റ്റമർക്ക് വേണ്ടിയിട്ട്. പക്ഷേ രണ്ടാമത്തെ കസ്റ്റമർക്ക് നമുക്ക് ആ കേക്ക് തന്നെ എടുത്തു. കാരണം വേറൊന്നും അല്ല, നമ്മുടെ കയ്യിൽ നമുക്കപ്പോൾ വേറെ കേക്ക് അവിടെ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് പുതിയ ഫോട്ടോസൊക്കെ ഇടുന്ന നമുക്ക് വേറെ കേക്ക് തന്നെ വേണമായിരുന്നു. പക്ഷേ നമുക്ക് ആ കേക്ക് തന്നെയാണ് കിട്ടിയത്. അപ്പോൾ നമ്മൾ എന്തായാലും ഞാൻ ഫോട്ടോസും കൂടി ഇതിൻ്റെ കൂടെ തന്നെ കൊടുത്തേക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഫോട്ടോസ്. നിങ്ങൾക്ക് ഫോട്ടോസ് ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അങ്ങനെ നമ്മൾ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ. എങ്ങനെയായിരിക്കും, എന്തായിരിക്കും സംഭവിക്കുക, നമുക്ക് കറക്റ്റ് വീഡിയോ കിട്ടുമോ, അവർ സർപ്രൈസ്ഡ് ആയി പോകുമോ, അവർക്ക് സർപ്രൈസ് പൊളിയോ, അങ്ങനത്തെ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. അത് നമ്മളെ പുള്ളിക്കാരൻ വന്നിട്ടുണ്ട്. പുള്ളിക്കാരന് 2 ദിവസമായിട്ടുള്ളൂ ഇവിടെ ജോയിൻ ചെയ്തിട്ട്. അങ്ങനെ പുള്ളി ഭയങ്കര സർപ്രൈസ്ഡ് ആയിപ്പോയി. പുള്ളി നമ്മൾ അവിടുത്തെ ഒരു സ്റ്റാഫിനെ കൊണ്ട് വിളിപ്പിച്ചതാണ്. നമുക്ക് കേക്കുമായിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റില്ലായിരുന്നു. അവിടുത്തെ സൂപ്പർ മാർക്കറ്റിലാണ് പുള്ളി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്താ പറയുക, പുള്ളിക്കാരനെ എങ്ങനെ വിളിച്ചിരിക്കുകയാണ്. ഇങ്ങോട്ട് വിളിച്ചിട്ട് പുള്ളി വന്ന സമയത്ത് പുള്ളി എന്തോ കൗണ്ടറിലെ ആവശ്യത്തിന് വേണ്ടി പോകുമായിരുന്നു. അപ്പോൾ നമ്മൾ വിളിച്ചിട്ട് സർപ്രൈസ് ഗിഫ്റ്റാണെന്നൊക്കെ പറഞ്ഞിട്ട് കൊടുത്തതാണ്. ആൾ ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. ആളുടെ ആ ഒരു ചിരി കണ്ടാൽ തന്നെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. ഇതാണ് നമ്മുടെ ഷോർട്സിൽ ഞാനിത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ പോയിട്ട് കാണുക. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഗിഫ്റ്റ് വാലന്റൈൻസ് ഡേ വിശേഷങ്ങളൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞത് മറക്കണ്ട. ആർക്കെങ്കിലും ഇതുപോലത്തെ ഗിഫ്റ്റ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഇൻസ്റ്റഗ്രാം ID എൻ്റെ താഴെ കൊടുക്കുന്നുണ്ട്. അതിലിതാ സെയിം പോലെ ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ ID കിട്ടും. അവിടെ വന്നിട്ട് എനിക്ക് DM ചെയ്താൽ മാത്രം മതിയിട്ട് ഇതുപോലുള്ള ഗിഫ്റ്റ്. റിയാദിലുള്ള ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക. സൗദി അറേബ്യയിൽ ആളവർ നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാലും നമുക്ക് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ ടാറ്റാ.